ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കേക്കൊക്കെ പാക്ക് ചെയ്ത് യാത്ര തുടങ്ങിയിട്ടുള്ളതാണ് കാണുന്നത് അല്ലേ? അതെ, നമുക്കിന്ന് ഹാപ്പി ആനിവേഴ്സറിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കേക്കാണ്. നമുക്കത് ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ പ്രിപ്പറേഷൻസും കേക്കിൻ്റെ പ്രിപ്പറേഷൻസും അത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നട്ടി ബബിൾ കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സ്റ്റാർട്ടിങ് കേക്ക് ബേക്കേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കേക്കാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1 kg കേക്കാണ്. ബോർഡിലേക്ക് ജസ്റ്റ് ഒന്ന് ക്രീം തേച്ച ശേഷം നമ്മൾ 4 ലെയറായിട്ട് മുറിച്ചതിൽ ഒരു ലെയർ കേക്ക് വെച്ചിട്ട് ചെറു ചൂടുള്ള പാലിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ ബൂസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള മിക്സാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ക്രീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും കണ്ടൻസ്ഡ് മിൽക്കാണ് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആൽമണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണിച്ചല്ലോ, അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൽമണ്ടും കാഷ്യൂവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും എത്ര ലെയർ ഉണ്ടോ എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഫൈനൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മിശ്രിതം കൂടെ ചേർത്ത് ലാസ്റ്റ് ക്രീം മുകളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഫിനിഷിംഗ് ഒന്നും വേണ്ടാത്തൊരു കേക്കാണ് നട്ടി ബബിൾ കേക്ക്. അപ്പോൾ നട്ടി ബബിൾ ആകുമ്പോൾ സൈഡിലേക്ക് മൊത്തം നമുക്ക് ഡിസൈൻ വരുന്നത് കൊണ്ട് നട്ട്സൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഫിനിഷ് ചെയ്തെടുക്കേണ്ട, ഒരുപാട് ക്രീമിൻ്റെ ആവശ്യവുമില്ല. അങ്ങനെ ജസ്റ്റ് ക്രീം ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആൽമണ്ട് ഓരോന്നായിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആൽമണ്ടും അതുപോലെ കാഷ്യൂ നട്ടും രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ സൈഡിൽ മൊത്തം ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് സൈഡിൽ ആക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നട്ടി ബബിൾ കേക്ക് എപ്പോഴും ടേസ്റ്റ് തന്നെയാണ്. കാര്യം ഉള്ളിലെ ഫില്ലിങ്സും പുറമേയുള്ള ആ ഒരു നട്ട്സിൻ്റെ എല്ലാ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ഒരു കേക്കാണ് നട്ടി ബബിൾ കേക്ക്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഓവർനൈറ്റ് ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഡിസൈൻ ചെയ്യാനുണ്ട്. ഞാൻ നട്ടി ബബിൾ കേക്കിൻ്റെ ഒറിജിനൽ ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഒന്ന് ഗനാഷ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ സർക്കിൾ വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് കുറച്ച് ബൂസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന ടൈമിന് നമുക്ക് നടുക്ക് കുറച്ച് കൂടുതലായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബൂസ്റ്റ്. നമുക്കൊരു ഹാപ്പി ആനിവേഴ്സറിയുടെ ടോപ്പർ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനിടയിലുള്ള ബൂസ്റ്റ് ഞാൻ കുറച്ച് ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് നമുക്ക് ഡെലിവറി ചെയ്യാം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കേക്കൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ഡെലിവറിക്ക് ഇറങ്ങാം. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇത് ഹാപ്പി ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് വൈഫ് ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് പകുതിയിൽ വന്ന് വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പകുതി വരെ കൊണ്ട് കൊടുക്കണം.
അപ്പോൾ ഞാനിവിടെ നിന്ന് പോയിട്ട് ഇക്കായും കൂട്ടി പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ദേ ഒരു ട്രാഫിക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുവാണ്. എന്നിട്ട് ഇക്കായേയും കൂട്ടിയിട്ട് നമുക്ക് നേരെ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി കൊണ്ട് കൊടുത്തിട്ടൊക്കെ വരാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മളിതേ കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട്. കേക്ക് കൊടുത്തു കേട്ടോ. തിരിച്ച് നമ്മൾ അവിടെ നിന്നും ഞാനും ഇക്കായും യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം കമൻറ്റും കൂടെ ചെയ്ത് ലൈക്കും ഷെയറും കൂടെ ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അടിപൊളി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.